ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിന്റെ പാപം നിന്നെ വേട്ടയാടും എന്ന വിചിന്തനം നമുക്ക് തുടരാം. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് നമ്മുടെ പാപം സാത്താന് പുളകമാണ് എന്ന ആ യാഥാർത്ഥ്യമാണ്. നാം പാപം ചെയ്യുമ്പോൾ സാത്താൻ അതിൽ പുളകം കൊള്ളും. സാത്താൻ്റെ ഒരു തന്ത്രം നാം മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. അവരുടെ വശീകരണ തന്ത്രം പല വ്യക്തികളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. സാത്താൻ ഇങ്ങനെ അവരെ പ്രേരിപ്പിച്ച് പാപം ചെയ്യും. പാപം ചെയ്തു കഴിയുമ്പോൾ അവൻ പിന്നെ തിരിഞ്ഞ് കുറ്റപ്പെടുത്തി കൂടുതൽ പാപത്തിലേക്ക് നമ്മെ തള്ളിവിടാൻ നോക്കുകയും ചെയ്യും. സംഭവം ഞാൻ കേട്ടതാണ്. ഒരു സ്ത്രീ, ഭാര്യയാണ്, ഭർത്താവിൻ്റെ പെർമിഷനൊന്നും ഇല്ലാതെ, ഭർത്താവ് അറിയാതെ ഇവര് വീട്ടുകാരെ സഹായിക്കും. ഭർത്താവ് എങ്ങനെയോ അത് മനസ്സിലാക്കി. പക്ഷെ ഭർത്താവിനെ അറിയാമെന്ന് ഇവർക്കറിയില്ലായിരുന്നു. അങ്ങനെ എന്തോ ഒരു കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് പിന്നീട് ഒരുപാട് പ്രശ്നമായി ആ കുടുംബം തകരുന്നതിന് കാരണമായി മാറി. അതുകൊണ്ട് സാത്താൻ വളരെ തന്ത്രപൂർവ്വം പ്രവർത്തിക്കും, നമ്മളെ എങ്ങനെയെങ്കിലും ദൈവത്തിൽ നിന്ന് അകറ്റാനും അതുപോലെ തന്നെ നമ്മെ പാപത്തിൻ്റെ അടിമത്വത്തിലേക്ക് നയിക്കാനും നാം ജാഗരൂകരായിരിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ചിന്ത മനസ്സ് വെച്ചുകൊണ്ട് ഏതാനും ചില കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഒന്നാമത്തെ കാര്യം, സാത്താൻ എന്ന പദം, അതിന് മറ്റൊരു പദം കൂടി നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇബിലിസ്. സാത്താൻ എന്ന പദം, ഇബിലിസ് എന്ന പദം, അതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവൻ. നമുക്കറിയാലോ, പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ്. സാത്താൻ ഈ പാപത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടാണ് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ നോക്കുന്നത്. ആ ഒരു കാര്യത്തിൽ അവൻ വിജയം വരിച്ചാൽ അവൻ്റെ പേരുമായിട്ട് അവൻ്റെ പ്രവൃത്തി ചേർന്ന് പൊക്കോളും. ഇബിലിസ്, സാത്താൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അകറ്റുന്നവൻ. പലപ്പോഴും നമ്മുടെ ജീവിത പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ്, അല്ലാതെ ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോയതല്ല. യെശയ്യാ 59 അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് നിന്നെ കൈനീട്ടി സഹായിക്കാനോ രക്ഷിക്കാനോ പറ്റാത്തതിൻ്റെ കാരണം നിന്റെ പാപം നിന്നെ എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മഹാപാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ദാവീദ് പറഞ്ഞ ഒരു കാര്യം 2 സാമുവേൽ 12 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഞാനാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്, അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ, ഈ തകർച്ചകളൊക്കെ വന്നത്. ഞാനെന്തിന് ദൈവത്തെ കുറ്റപ്പെടുത്തണം? ഞാനല്ലേ അനുദപിക്കേണ്ടത്? എൻ്റെ ജീവിതത്തിലല്ലേ മാറ്റം വരേണ്ടത്? മാറ്റമില്ലാത്ത ദൈവത്തെ ഞാൻ മാറ്റാൻ നോക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അനുതാപത്തോടെ തിരിച്ചു വരുന്ന ദാവീദിനെ കാണാൻ പറ്റും. അതിൻ്റെതായ സൽഫലങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ സാത്താൻ എടുക്കുന്ന ആ ഒരു വശീകരണ തന്ത്രം, അതേക്കുറിച്ച് നാം ബോധ്യമുള്ളവരായിട്ട് മാറണം. ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം കൂടി എടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ആദിമാതാപിതാക്കളെ സാത്താൻ എത്ര തന്ത്രപൂർവ്വമാണ് വശീകരിച്ച് പാപത്തിലേക്ക് നയിച്ചത്. അതുപോലെ സംഭവിച്ചെന്താണ്? നല്ല പറുദീസ അനുഭവം ഉണ്ടായിരുന്ന ആദിമാതാപിതാക്കൾ പെരുവഴിയിലേക്ക് എറിയപ്പെട്ടതുപോലത്തെ ഒരവസ്ഥയിൽ ചെന്ന് എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവമക്കൾ പാപം ചെയ്യുന്നത് സാത്താന് പുളകമാണ്. എപ്പോഴെല്ലാം നമ്മൾ പാപത്തിൽ വീഴുന്നോ അപ്പോഴെല്ലാം സാത്താൻ സന്തോഷിച്ച് പുളകം കൊള്ളും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. റോമാലേഖനം 8 അധ്യായം 7 വചനം പഠിപ്പിക്കുന്നത്, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. സാത്താൻ ദൈവത്തിൻ്റെ ശത്രുവല്ലേ? അതുകൊണ്ട് തന്നെ നാം ജഡിക താല്പര്യങ്ങളിൽ മുഴുകുമ്പോൾ സാത്താന് അത് പുളകമായി മാറും. യാക്കോബ് 4 അധ്യായം 4 വചനം പറയുന്നത്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. ലോകത്തോട് മൈത്രി വെച്ച് പുലർത്തുന്നവരെ കാണുമ്പോൾ അത് സാത്താന് പുളകമാണ് എന്നുള്ള കാര്യം നാം വിസ്മരിക്കരുത്. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, പാപം നമ്മെ അടിമയാക്കുന്നത് സാത്താന് പുളകമാണ്. പാപം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മെ അടിമത്തത്തിലേക്ക് നയിക്കും. റോമാലേഖനം 6:16, ഒന്നുകിൽ നിനക്ക് പാപത്തിൻ്റെ അടിമയാകാം, അല്ലെങ്കിൽ നിനക്ക് യേശുവിൻ്റെ അടിമയാകാം അനുസരണത്തിലൂടെ. അപ്പോൾ നമ്മൾ ഈ പാപത്തിൻ്റെ അടിമയായി ജീവിക്കുന്നത് കാണുന്നത് സാത്താന് പുളകമാണ്. റോമാലേഖനം 6 അധ്യായം 16 ആ ഒരു വലിയ സന്ദേശം അത് നമ്മൾ തിരിച്ചറിയണം. യോഹന്നാൻ 8:35 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അടിമ ഒരിക്കലും ഭവനത്തിൽ വസിക്കുന്നവനല്ല, പുത്രൻ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവഭവനത്തിൽ വസിക്കുന്നവരാകാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളായി നമ്മൾ. അതിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ് പാപം, പാപത്തിൻ്റെ അടിമത്തം എന്നുള്ളത് നാം തിരിച്ചറിയണം. 2 കൊരിന്തോസ് 3 അധ്യായം 17 വചനം പറയുന്നുണ്ട്, ശരിക്കും സ്വതന്ത്രം എന്ന് പറയുന്നത് ആരാ? നമുക്ക് യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് കറങ്ങി നടക്കാനുള്ള ആ ഒരു ലൈസൻസ്, അതാണോ ഫ്രീഡം? അല്ല. 2 കൊരിന്തോസ് 3:17 പറയാണ്, കർത്താവ് ആത്മാവാണ്, കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു ആത്മീയ ജീവിതം നയിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന കാര്യം വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അദ്ദേഹം പറയുന്നത്, നമ്മൾ പോലും അറിയാതെ നമ്മിലെ ഈ ആത്മീയ സൗരഭ്യം
സാത്താൻ കവർന്നെടുക്കാൻ നോക്കും. നമ്മൾ പോലും അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം എന്നുള്ളത് ഈ വിശുദ്ധം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം അദ്ദേഹം വ്യക്തമാക്കി, സാത്താൻ നമുക്ക് പ്രേരണകൾ തരുമ്പോൾ അത് സ്വീകരിക്കാനും അത് നിരസിക്കാനുമുള്ള അവകാശം നമുക്കുണ്ട്. അതിനുള്ള കഴിവ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ സ്വീകരിക്കുകയാണോ നിരസിക്കുകയാണോ ചെയ്യാറുള്ളത്? നിരസിക്കാൻ കഴിഞ്ഞാൽ ആത്മീയ കരുത്ത് വർദ്ധിപ്പിക്കും. സ്വീകരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആത്മീയ കരുത്ത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, സ്വർഗം സന്തോഷിക്കുന്നതിലല്ല സാത്താന് പുളകം. കാരണം ദൈവത്തിൻ്റെ ശത്രുവാണ് സാത്താൻ. സ്വർഗം എന്തിലെല്ലാം സന്തോഷിക്കുന്നോ അതിലെല്ലാം നിരാശപ്പെടുന്നവനാണ് സാത്താൻ. സ്വർഗത്തിന് നൊമ്പരമുണ്ടാക്കുന്ന കാര്യങ്ങൾ സാത്താനെ പുളകം കൊള്ളിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. എത്രയോ വിശുദ്ധര് അവർക്കുണ്ടായ ചില ദർശനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു പൈതൽ വേണേ ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ഓർത്തോ, സ്വർഗത്തിന് നൊമ്പരം, പക്ഷേ സാത്താന് പുളകം. അവരെങ്ങാനും ആ ഒരു ചിന്തയിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ, മനസ്സ് മാറ്റുകയാണെങ്കിൽ ഉടനെ പിന്നെ സാത്താന് നൊമ്പരമായി, നിരാശയായി. അവിടെയാണ് സ്വർഗം സന്തോഷിക്കുന്നത്. പാപികളുടെ അനുതാപത്തിലാണ് സ്വർഗം സന്തോഷിക്കുന്നത് എന്ന് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിന് സന്തോഷം കൊടുക്കേണ്ടവരാണ്, സാത്താനെ പുളകം കൊള്ളിക്കേണ്ടവരല്ല. അതിന് നാം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ വചനഭാഗങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അത് വെച്ച് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിനായിട്ട് ഒരുങ്ങാം. പാപത്തിൻ്റെ ദുശീലങ്ങളുടെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികളുണ്ട്. അവർക്ക് ഒരു മാനസാന്തരവും വിമോചനവും ലഭിക്കുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിന്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, പാപികളായ ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ പാപം മൂലം ഞങ്ങളുടെ മേൽ നിപതിച്ച ദുരിതങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും ഞങ്ങൾ നേരിടുന്ന എല്ലാ തടസ്സങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ തീരുമാനമെടുത്ത് ഞങ്ങളെ പാപത്തിൽ വീഴാതെ കാത്തു സംരക്ഷിക്കണമേ. അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പരസ്പരം ക്ഷമിക്കാൻ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. പാപരഹിത ജീവിതം നയിച്ച് ഞങ്ങളുടെ ഇഹലോക ജീവിതം അനുഗ്രഹപ്രദമാക്കാനും പരലോക ജീവിതത്തിന് അർഹത നേടാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രത്യേകമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം പരിഗണിക്കണമേ. അതെല്ലാം അവിടുന്ന് നടത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.